ഹലോ ഡിയേഴ്സ്, നൊടിച്ചിലും കുറച്ച് അടുക്കള ടിപ്സും വേണമെങ്കിൽ വായോ. ഞാനിപ്പോൾ ചിക്കൻ കറിയും ചോറുണ്ടാക്കാൻ പോകട്ടോ. ഡിന്നർ എന്ന് അതാണേ. 2 വെല്ലുള്ളി ഞാൻ ചൂടായ എണ്ണയിലിട്ട് വഴറ്റിയിട്ടുണ്ട്. ഒന്ന് വഴറ്റി വരാൻ നേരമാകുമ്പോൾ ഞാൻ കുറച്ച് ഉലുവ ഇട്ടു കേട്ടോ. അതൊക്കെ എണ്ണയിൽ ചൂടാകുമ്പോൾ നല്ല രസമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. അത് പച്ചമണം മാറുന്നവരെ നല്ല വഴറ്റി കഴിഞ്ഞപ്പോൾ ഒരു വലിയ തക്കാളി അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ മുറിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമല്ല, അങ്ങനെ ആയിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ തക്കാളി വെന്തുടഞ്ഞിട്ടേ അടുത്ത പരിപാടി എടുക്കുള്ളൂ. ആ സമയത്ത് നമുക്ക് സിങ്കിലുള്ള പാത്രങ്ങൾ കഴുകാം, വേണ്ട പടികളൊക്കെ എടുക്കാം, അരി കഴുകാം, എന്തൊക്കെ ചെയ്യാം. അങ്ങനെയല്ലേ നമ്മൾ മൾട്ടി ടാസ്കിങ് ബേബേ. ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴും നമ്മൾ ഒരു പേരുണ്ട്, ഇളക്കണം. കുക്കറല്ലേ, എന്ത് സ്പൂണിട്ട് എങ്ങനെ ഇളക്കിയാലും ഒന്നും പറ്റൂല. അരിയാണെങ്കിലും 5, 10, 15 മിനിറ്റ് കൊണ്ട് വേവുന്ന അരി കേട്ടോ. അത് ഉഷാറാണ്. നിങ്ങൾ ഫ്രിഡ്ജിലുണ്ടോ ഇങ്ങനെ ചാകാറായ മുളകൊക്കെ? ഇതിന് ജീവൻ ഒപ്പിക്കുന്ന ഐഡിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഞെട്ട് നോക്കിയിട്ട് നമ്മളൊരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ജീവനോടെ കിട്ടും. പക്ഷെ അറിഞ്ഞാലും ഇടയ്ക്ക് ചെയ്യില്ല, ഒരു മടി സ്വാഭാവികം, ഞാനല്ലേ. പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല, ഭരിക്കാറാവുന്നുള്ളൂ പച്ചമുളക്. അതും അത് ഇട്ടിട്ട് പിന്നെ 2 വഴറ്റും കൂടെ വഴറ്റി മാറ്റി വെച്ചു. എന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് അരിയിടാൻ പോവാം. അരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല വഴറ്റിന്ന് കണ്ടപ്പോൾ പൊടിയിട്ടു. ഏറ്റവും കുറവ് മഞ്ഞൾപ്പൊടിയും, ഏറ്റവും കൂടുതൽ മുളക് പൊടിയേക്കാൾ 1 സ്പൂണ് തൊട്ട് താഴെ മല്ലിപ്പൊടിയാണ് ഇട്ടത്. 3 പൊടികളാണ് ഇട്ടത്. അളവ് ചോദിക്കരുത്, അതൊക്കെ മനോധർമ്മമാണ്. ഒക്കെ നമുക്ക് കൈപ്പാകം അത്ര തന്നെ. പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം വഴറ്റണേ, അല്ലെങ്കിൽ അടി പിടിക്കും. പൊടി കരിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ചിക്കനും ഇട്ട് നല്ലോണം കുഴച്ച്. ഈ സമയത്താണ് ഞാൻ ഉപ്പിടാറ്, അതിന് മുന്നേ ഉപ്പിടാറില്ല. ഒരളവ് കിട്ടൂല, ഓരോരുത്തർക്കും ഓരോ പാകം അങ്ങനെയാണ്. പിന്നെ ഇനി ഈ കറിയിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കില്ല കേട്ടോ. വെള്ളം ഒഴിക്കാൻ സമയമായിട്ടില്ല. ഇനി ഇങ്ങനെ തന്നെ മൂടി സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ചിക്കനിൽ നിന്ന് വെള്ളം വരും. ഇത് അറിഞ്ഞിട്ട് മതി എക്സ്ട്രാ വെള്ളം ഒഴിക്കൽ, അല്ലെങ്കിൽ കടൽ പോലെ ആയിപ്പോവും. അതേസമയം ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒക്കെ വെള്ളം ഒഴിക്കുമ്പോഴല്ലേ, നമ്മൾ നീളം കൂട്ടാൻ വെള്ളം ഒഴിക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിക്കണേ, അല്ലെങ്കിൽ പച്ച വെള്ളം ചോദിക്കും. തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുക, അതിൻ്റെതായ വ്യത്യാസം നിങ്ങൾക്ക് കാണാം. ഇനി എന്ത് വെള്ളം ഒഴിച്ചാലും ചൂടാകുമ്പോൾ തിളയ്ക്കല്ലോ എന്ന് ന്യായം പറയുന്നവരോട് പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഒരു ടിപ്സ് അത്രേ ഉള്ളൂ. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ കേട്ടോ, ഞാൻ മറന്നുപോയി, അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നു. ഇറക്കാൻ നേരത്ത് പെരിഞ്ജീരക പൊടിയും ഗരം മസാല ഇട്ട് തിളപ്പിച്ചിട്ട് എടുത്ത് മാറ്റി വെക്കണേ. കഴിക്കാൻ നേരത്ത് വരാം കേട്ടോ. ബൈ.